ഹലോ എവ്രി വൺ, നമ്മൾ ക്ലാസ് 7th സെക്കൻഡ് ചാപ്റ്റർ ആയ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്ന പോയം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ നോട്ട്സ്, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? വൈ ഡസ് ദ സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തിനാണ് നമ്മുടെ സ്പീക്കർ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റിൽ പാടുന്നത്? ദ സ്പീക്കർ സിംഗ്സ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ബിക്കോസ് ദേ ആർ അമേസ്ഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ് അറൗണ്ട് ദെം. ചുറ്റുപാടുള്ള ലോകത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ്, ആ പ്രകൃതിയുടെ ഭംഗി കണ്ടിട്ടാണ് നമ്മുടെ സ്പീക്കർ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റിൽ പാടുന്നത്. ആരാണ് സ്പീക്കർ? രവീന്ദ്രനാഥ് ടാഗോർ, പോയറ്റാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വോട്ട് യു തിങ്ക് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ്? അപ്പോൾ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്ന് പറയുന്നില്ലേ, അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ് ദി അൺസ്റ്റോപ്പബിൾ ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ടൈം. ഒരിക്കലും നിർത്താൻ പറ്റാത്ത ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തിനെയാണ് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്ന് പറയുന്നത്. ലൈക്ക് എ പവർഫുൾ റിവർ ദറ്റ് നെവർ സ്റ്റോപ്സ്. ഒരിക്കലും ഒരു റിവറിൻ്റെ ഫ്ലോ നിൽക്കില്ല അല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സമയവും. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. പിക്ക് ഔട്ട് ദ വേൾഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം. അപ്പം നമ്മുടെ ലോകത്തുള്ള വണ്ടേഴ്സിനെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ സ്കൈ ഫുൾ ഓഫ് ദ സൺ ആൻഡ് സ്റ്റാർസ്, ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്ന സൂര്യനും നക്ഷത്രങ്ങളും. ദി അബണ്ടൻസ് ഓഫ് ലൈഫ് ഇൻ ദി യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവനെയും. ദ ഗ്രാസ് ഇൻ ദ വുഡ്ലാൻഡ്സ്, പുല്ലുകളെയും. ദ സ്വീറ്റ് സ്മെൽ ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഫ്രേഗ്രൻസിനെ കുറിച്ച്, നല്ല മണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ദ ജോയ് ആൻഡ് ഹാപ്പിനെസ് ഫൗണ്ട് എവ്രിവെയർ, എല്ലായിടത്തും കാണുന്ന സന്തോഷത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മാഡൻഡ് ദ പോയറ്റ്സ് മൈൻഡ്? നമ്മുടെ പോയറ്റിൻ്റെ മൈൻഡിനെ ഇങ്ങനെ എക്സൈറ്റഡ് ആക്കി പിടിപ്പിച്ചത് എന്താണ്, ഭ്രാന്ത് പിടിപ്പിച്ചത് എന്താണ്? ദ ടച്ച് ഓഫ് ഗ്രാസ് ബ്ലീഡ്സ് ആൻഡ് ദ ഫ്രേഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് മെയ്ഡ് ദ പോയറ്റ്സ് മൈൻഡ് ഫീൽ മാഡൻഡ് ആൻഡ് എക്സൈറ്റഡ്. ആ പുല്ലുകളെ ടച്ച് ചെയ്തപ്പോൾ ഉണ്ടായ ഫീലിങ്ങും പൂക്കളുടെ മണവുമാണ് നമ്മുടെ പോയറ്റിനെ മാഡൻഡ് ആൻഡ് എക്സൈറ്റഡ് ആക്കി മാറ്റിയത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ പ്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബെയർ ഹിസ് ഹാർട്ട്? ആൻസർ എന്താ വരിക? ദ സ്പീക്കർ പ്രിക്സ് ദെയർ ഇയേഴ്സ്, ഓപ്പൺസ് their eyes wide and bears their heart fully to experience and understand the world. കണ്ണ് തുറന്ന് പിടിക്കുന്നതും ചെവി കൂർപ്പിച്ച് പിടിക്കുന്നതും ഹൃദയം തുറന്ന് കാട്ടുന്നത് എന്താ? ഈ ലോകത്തിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാനും അനുഭവിക്കാനും കൂടെ വേണ്ടിയാണ്. ഷോയിങ് എ ഡീപ്പ് ഇൻട്രസ്റ്റ് ആൻഡ് റെഡിനെസ് ടു ഫീൽ ആൻഡ് ലേൺ ഫ്രം എവ്രിതിങ് അറൗണ്ട് ദം. തൻ്റെ ചുറ്റുമുള്ള എല്ലാത്തിലോടും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയാണ്, പഠിക്കാനും പിന്നെ എന്തും അനുഭവിക്കാനുള്ളൊരു റെഡിനെസ്, ഞാൻ എല്ലാത്തിനും റെഡിയാണെന്നുള്ള ആ ഒരു പോയറ്റിൻ്റെ മൈൻഡാണ് ഇവിടെ പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി നോൺ ഐ ഹാവ് സോട്ട് ദി അൺനോൺ? അറിയുന്നതിൻ്റെ ഇടയിൽ ഞാൻ അറിയാത്തത് തേടിപ്പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മീൻസ് ദാറ്റ് ഈവൻ ദോ ദ സ്പീക്കർ ഇസ് ഫെമിലിയർ വിത്ത് ദിയർ സറൗണ്ടിങ്സ്, ദേ സ്റ്റിൽ സീക്ക് ന്യൂ ആൻഡ് അൺഫെമിലിയർ എക്സ്പീരിയൻസസ്, ഷോയിങ് എ ക്യൂരിയോസിറ്റി ആൻഡ് ഡിസൈർ ഫോർ എക്സ്പ്ലോറേഷൻ. നമുക്ക് ചുറ്റുപാടും അറിയുന്നുണ്ടെങ്കിലും നമ്മുടെ പോയിട്ട് എന്താ നോക്കുന്നത്? അറിയാത്ത അനുഭവങ്ങളെ തേടി പോവുകയാണ്. എന്താണ് അത് കാണിക്കുന്നത്? ക്യൂരിയോസിറ്റി, കൗതുകം, ആൻഡ് ഡിസൈർ ഫോർ എക്സ്പ്ലനേഷൻ, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അറിയാനുള്ള ആ ഒരു ആഗ്രഹം കൂടെയാണ് കാണിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റൻ ആൻസേഴ്സ് കഴിഞ്ഞു. അടുത്ത എന്താണ്? റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം അനദർ പോയം, ദ സാൻഡ്സ് ഓഫ് ടീ. O Mary, go and call the cattle home, and call the cattle home, and call the cattle home across the sands of tea. Okay, the phrase and call the cattle home is used 3 times. അപ്പോൾ ഒരേ കാര്യത്തിന് വീണ്ടും 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 ഒരു പോയത്തിൽ യൂസ് ചെയ്താൽ അതിനെന്താണ് വിളിക്കുന്നത്? റിഫ്രെയിൻ എന്ന് പറയും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രെയിൻ. അപ്പം നമ്മളിപ്പോൾ വായിച്ച പോയത്തിൽ അങ്ങനെ ഒരു ലൈൻ പല പ്രാവശ്യം റിപ്പീറ്റായി വന്നിട്ടുണ്ട്. ആ ലൈൻ ഏതാണെന്നാണ് എഴുതാൻ പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. നമ്മുടെ പോയത്തിൻ്റെ പേര് തന്നെയാണ് എല്ലാ സ്റ്റാൻസയുടെയും അവസാനത്തെ ലൈനായിട്ട് റിപ്പീറ്റ് ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ എന്താണ് വിളിക്കുക നമ്മൾ? റിഫ്രെയിൻ. റിഫ്രെയിൻ. ഓക്കെ, അപ്പം ആർ ഫോർ റിഫ്രെയിൻ, ആർ ഫോർ റെപ്പറ്റീഷൻ. റിഫ്രെയിൻ എന്താ? റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന സാധനം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഫിൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? നമ്മുടെ പോയിറ്റിനെ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് കൊണ്ട് നിറയ്ക്കുന്നത് എന്താണ്? കുറച്ച് എക്സാമ്പിൾസ് ആണ്. ദ സ്കൈ ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ്, ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് സ്ട്രൂൺ ഓൾ അറൗണ്ട് അല്ലേ. ചുറ്റുപാടുള്ള സന്തോഷവും പുല്ലും പൂക്കളുടെ മണമൊക്കെയാണ് നമ്മുടെ പോയിറ്റിനെ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് കൊണ്ട് ഫിൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോയം, പുട്ട് ദം ഇൻ പ്രോപ്പർ പ്ലേസ്. അപ്പോൾ
ഫ്ലവർ, വേൾഡ്, ഗ്രാസ്, റേസിംഗ്, മൈൻഡ്, പ്ലേറ്റ്സ്, പെയിൻസ്, ഫ്രേഗ്രൻസ്, സ്വീറ്റ്, മാഡൻഡ്. നമ്മൾ പോയം എടുത്ത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഓരോ വേർഡിൻ്റെ കൂടെ ഏത് വേർഡാണ്, അപ്പോൾ ഓരോ വേർഡിൻ്റെ കൂടെയും ഇപ്പോൾ ഒരു വേർഡ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ കൂടെ ഏത് വേർഡാണ് വരുന്നത് നമുക്ക് പോയം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ഫ്ലവേഴ്സിൻ്റെ കൂടെ എന്താണ് വരിക? ഫ്രേഗ്രൻസ് ആണ്, മണമാണ് വരുന്നത്. ഗ്രാസ്, ബ്ലേഡ്സ്, പിന്നെ പുൽത്തകിടുകൾ. മൈൻഡ് മാഡൻഡ് ആവുകയാണ്, അല്ലെ എക്സൈറ്റഡ് ആവുകയാണ്. വെയിൻസ് എന്താ? ചോര ഓടുന്ന വെയിൻസ്, അപ്പോൾ റേസിങ്. സ്വേഡ് എന്താണ്? വേൾഡാണ്. ഓക്കെ, നെക്സ്റ്റ് അവസാനത്തെ ക്വസ്റ്റൻ ആണ്. ലെറ്റ് us revisit the first answer. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. In the first line, the initial sound S in sky is repeated in sun and stars also. അപ്പോൾ സ്കൈ, സൺ, സ്റ്റാർസ് എല്ലാം തുടങ്ങുന്നത് ഏത് വെച്ചാൽ എസ് വെച്ചിട്ടാണ്. ഓക്കെ, ആ ഒരു റെപ്പറ്റീഷനെ, ആ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ആൽഫബറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിന് എന്താ വിളിക്കുക? അലിറ്ററേഷൻ എന്നാണ് വിളിക്കുക. അതായത് ഒരേ ആൽഫബറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ലൈനിൽ ഒരേ ആൽഫബറ്റ് വെച്ചിട്ട് തുടങ്ങുന്ന കുറേ വേർഡ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അലിറ്ററേഷനായി മാറും. ഓക്കെ, ദ റെപ്പറ്റീഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണൻറ്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോയം ഇസ് കോൾഡ് അലിട്രേഷൻ. അപ്പോൾ ഒരു കവിതയുടെ ഒരു ലൈനിൽ ഒരേ വേർഡ് വെച്ച് തുടങ്ങുന്നത്, ഇപ്പോൾ എ ആവാം, എസ് തന്നെ ആവണമെന്നില്ല, എ വെച്ചിട്ട് 3 വാക്കുണ്ടെങ്കിൽ അത് അലിട്രേഷനായി മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ പോയത്തിൽ അങ്ങനത്തെ വേറെ വേർഡ്സ് ഉണ്ടോ നോക്കാം. ഫ്ലവേഴ്സ്, ഫ്രേഗ്രൻസ്, അവിടെ എന്താ റിപ്പീറ്റ് ആവുന്നത്? എഫ് സൗണ്ട് അല്ലേ, എഫ് സൗണ്ട്. പിന്നെ മാഡൻഡ്, മൈ, മൈൻഡ്. ഇതിൽ 3ലും എന്ത് സൗണ്ടാണ് റിപ്പീറ്റ് ആവുന്നത്? എം, മ എന്ന ശബ്ദമാണ് റിപ്പീറ്റ് ആവുന്നത്. ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ്, ജി, ജി, അപ്പോൾ ജി എന്ന സൗണ്ട്, ഗ എന്ന സൗണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അലിറ്ററേഷൻ. ഒരു ലെറ്റർ റിപ്പീറ്റ് ആയിക്കഴിഞ്ഞാൽ അതിനെ അലിറ്ററേഷനും ഒരു എൻറ്റയർ ലൈൻ റിപ്പീറ്റ് ആയിക്കഴിഞ്ഞാൽ അതിനെ റിഫ്രെയിൻ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പോയത്തിൽ ഇത്ര ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബൈ.